യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പിന്നെ ഞാൻ വിളിച്ചത് വസന്തനൊന്ന് തയ്യാറായിരിക്കണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. അപ്പൊ ഉടനെ തന്നെ വസന്തൻ ആശുപത്രിയിലേക്ക് പോകണം. സാർ വിളിച്ചാൽ മതി, ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. സാർ, മോൾക്കവിടെ കാര്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നും അറിയില്ല. എന്തായാലും ഡോക്ടർ ഒന്ന് കാണട്ടെ. ആശുപത്രി കൊണ്ടുപോയ കാര്യം ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സഹായം വേണമെങ്കിൽ അവരിടപെടുമല്ലോ. ശരി സാർ, ഒരു കുഴപ്പവും വരില്ല. ശരി സാർ, ഓക്കെ. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് എന്ത് പറ്റി? വിശ്വാസ് സാറാ വിളിച്ചേ. അത് മനസ്സിലായി. ആ കുഞ്ഞിലെ രാധ, അതിനെ ആശുപത്രിയിലാക്കിയെന്ന്. അത്യാവശ്യം വന്നാൽ ഞാൻ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോണമെന്ന്. പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വാസനേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, കൂടെ പോവാനല്ല, ഒന്ന് റെഡിയായിരിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോകേണ്ടി വരും. ആ പ്രിയയും മല്ലികയും കൂടെ ചേർന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ബെസ്റ്റ്. ആ കള്ളിയുടെ കയ്യിലാണോ കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കുന്നത്? എന്തായാലും അവൾ ആശുപത്രി ഉള്ള സ്ഥിതിക്ക് ഒരു കാരണവശാലും വസന്തേട്ടൻ അങ്ങോട്ട് പോവണ്ട. ശരി, ഇനി വിളിച്ചാ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയാം. എന്തായാലും അവിടുത്തെ കൊച്ചിനെ കൊണ്ട് മനുഷ്യന് ഒരു സമാധാനവും ഇല്ല. പാവം, അങ്ങനെയൊന്നും പറയില്ലേ. പിന്നെ എങ്ങനെ പറയാതിരിക്കും? അമ്മ പൂജയുടെ മോൾക്ക് വസ്തു എഴുതി കൊടുക്കുമോന്ന് ഓർത്തുള്ള പേടി ഒരു വശത്ത്, മറുവശത്ത് ഇതുപോലുള്ള ഉപദ്രവങ്ങളും. അവിടുത്തെ രാധയും കൊള്ളാം, ഇവിടുത്തെ കൃഷ്ണയും കൊള്ളാം. ഉറക്കവും പോയി. പെട്ടെന്ന് ബ്ലഡ് ഗ്രൂപ്പും കൗണ്ടും നോക്കണം. ഇതെല്ലാം ടെസ്റ്റ് ചെയ്തേക്ക്. ശരി മാഡം. ഒരാൾ വരാവോ? ഞാൻ വരാം. ഡോക്ടർ, കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും പറയാൻ കഴിയൂ. മോള് കരയാതെ. മോളു അമ്മ അടുത്തുണ്ട്. മോളെ കരയാതെ. മോളെ മോളെ കരയല്ലേ? ഒന്നുമില്ല. അമ്മ അടുത്തുണ്ട്. അമ്മ അടുത്തുണ്ട്. മോളെ മോളെ അമ്മ അടുത്തുണ്ട്. അമ്മ അടുത്തുണ്ട്. എന്താ മോളെവിടെ? മോള് കരഞ്ഞായിരുന്നോ? മോളെ എന്താ? മോളവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാ. താനെന്ത് സ്വപ്നം കണ്ടതാ? സ്വപ്നായിരുന്നോ? നേരിട്ട് കാണും പോലെ തോന്നി. എന്റെ മോളെ നിർത്താതെ കരയാണെന്നും അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെന്ന് സ്വപ്നം കണ്ടു. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെന്നോ? ഈ വീട് മുഴുവൻ അവൾക്ക് വേണ്ടിയുണ്ട്. താൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. കിടന്നേ. അല്ല ചോട്ടാ, നമ്മുടെ മോക്ക് അസുഖമൊന്നും ഉണ്ടായില്ലല്ലോ. മോളെ നമ്മളെ ഡോക്ടറെ കാണിച്ചോ? എടോ, ഒക്കെ സ്വപ്നം പറഞ്ഞില്ലേ? താൻ കിടന്നുറങ്ങി സംസാരിച്ച് മോളെ ഉണർത്തണ്ട. എനിക്കെന്തോ പേടിയാവുന്ന ചേട്ടാ. ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങ. കുഞ്ഞിന് ബ്ലഡ് കുറവാ. റെയർ ഗ്രൂപ്പാ, AB നെഗറ്റീവ്. എന്താ ഡോക്ടർ, ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്നോ? അതെ, റെയർ ഗ്രൂപ്പ്. ഞാൻ ബ്ലഡ് ബാങ്കിൽ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ വരെ നമുക്ക് നോക്കാം. അതുവരെ ഈ കണ്ടീഷനാണെങ്കിൽ ബ്ലഡ് കൊടുക്കേണ്ടി വരും. ഈശ്വര, കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാന്ന് വെച്ചാ? അതൊന്നും പേടിക്കണ്ട. നിങ്ങളൊന്ന് അലേർട്ടായിരിക്കണം. നാളെ രാവിലെ വരെ നോക്കിയിട്ട് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും.
നിങ്ങളിവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. ഇനി ചികിത്സയൊക്കെ കഴിഞ്ഞ കുഞ്ഞിനെ കാണാൻ പറ്റൂ. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി ഡോക്ടർ. ഹലോ ആ ഹലോ മോളെ. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? നാളെ ബ്ലഡ് വേണ്ടി വരുമെന്ന് പറഞ്ഞച്ചാ. എന്താ മോളെ, വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. പക്ഷെ നാളെ മോൾക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വരും. റെയർ ഗ്രൂപ്പാ, AB നെഗറ്റീവ്. AB നെഗറ്റീവോ? ആ, ഇവിടുന്ന് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കേണ്ടി വരും. രാവിലെ ഡോക്ടർ പറയും. ആകെ വിഷമായല്ലോ മോളെ. അച്ഛൻ സമാധാനമായിട്ടിരിക്കുക. ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ സമാധാനമായിട്ട് കിടന്നോ. അഥവാ ഇവിടെ കിട്ടാതെ വന്നാൽ ഞാൻ വസന്തനെ വിളിച്ചോളാം. അച്ഛൻ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു മോളെ. എങ്കിൽ അച്ഛൻ കിടന്നോളൂ. ഇനി ഞാൻ വിളിക്കില്ല. അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നോ? മരുന്നൊക്കെ കഴിച്ചു മോളെ. ശരി അച്ഛാ. ആ ഓക്കെ. എടോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന ദിവസമാണ്. എൻ്റെ വക്കീൽ ജീവിതത്തിലെ അവസാനത്തെ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന ദിവസമാണ്. ഇനി ജസ്റ്റിസ് അർജുൻ എന്നും രാവിലെ ഒഫീഷ്യൽ കാറിൽ പോവും അല്ലേ ചേട്ടാ? ആ, അതൊക്കെ ഉണ്ടാവും. ഈ വക്കീലെന്ന് കേൾക്കുമ്പോ ചെറുപ്പമാ മനസ്സിൽ വരുന്നേ. പക്ഷെ ഈ ജസ്റ്റിസ് എന്ന് പറയുമ്പോ പ്രായമായ ഒരാളെന്നൊക്കെ ഒരു തോന്നല് വരും. എന്നാ ശരി, എനിക്ക് ഈ പോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുക്കാം. ഇങ്ങനെ കൊണ്ട് തോറ്റൽ ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ആ, ഒരു ജഡ്ജിയോട് ഇങ്ങനെയൊന്നും തമാശ പറഞ്ഞ് കളിക്കാൻ പാടില്ല. ഓ പിന്നെ ഞാൻ കാണാത്ത ജഡ്ജിയല്ലേ. ഇനി സുപ്രീം കോടതി ജസ്റ്റിസ് ആയാലും ശരി, എന്റെ മുന്നിൽ സാധാ അർജുൻ, എന്റെ അജുവേട്ടൻ, അത്രേ മതി കേട്ടോ. ഓ, അപ്പോ ഞാൻ മോൾക്ക് ഉമ്മ കൊടുത്തിട്ടില്ല. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അതെ, ഉമ്മ കൊടുക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അത് മതി. ആ, ഉമ്മ കൊടുക്കുമ്പോ ഉണർന്നാലേ ഇനി അടുത്തെങ്ങും ഉറങ്ങാൻ പോകുന്നില്ല. അച്ഛമ്മേ വാ. എന്താ അച്ഛമ്മ അജുവേട്ടനെ ആദ്യം കാണുന്ന പോലെ? എന്റെ ജഡ്ജി മോനെ ഞാനൊന്ന് നോക്കിയതാ. അർജുൻ നെറ്റിൽ സ്ഥിരമായിട്ട് ചന്ദനമൊന്നും ഇടാറില്ല. എന്നാ ഇന്നിപ്പം ചെറുതായിട്ട് നെറ്റിയിലോ കഴുത്തിലോ ഒന്ന് ഇട്ടോട്ടെ. ഈ മുത്തശ്ശിയുടെ ഏത് ആഗ്രഹവും ഈ ചെറുമ നടത്തി തരും. തൊട്ടോ. ആ, ഇതിപ്പോ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെടുത്ത പ്രസാദമാ. ആഹാ, അജുവേട്ടന് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളോ? അത് കുറച്ച് കഷ്ടായിപ്പോയി. ഞാൻ പറയാം. ഇന്നലെ മോൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഇന്ന് അർജുൻ പുതിയ കേസ് തുടങ്ങാണെന്ന്. ആ, അതാണ് വക്കീലായിട്ടുള്ള അവസാന കേസെന്ന്. ആ, പറഞ്ഞിരുന്നു. അതൊക്കെ ആലോചിച്ച് കിടന്നുകൊണ്ടാവാം രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ദുസ്വപ്നം. ആ, അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയത്. അപ്പൊ അതാണ് കാര്യം. അതെ, അച്ഛമ്മ എന്ത് സ്വപ്നം കണ്ടത്? അന്ന് അച്ഛമ്മ മോളെ കുറിച്ചൊരു പേടി സ്വപ്നം കണ്ടിരുന്നല്ലോ. അതുപോലെ മോളെ കുറിച്ച് വല്ലതാണോ? അതല്ല, ഒന്നുമില്ല. വേണ്ട, കണ്ട സ്വപ്നം പറയാൻ പാടില്ലെന്നാ. ഇതിപ്പോ വിളിച്ചുണർത്തിയിട്ട് കഞ്ഞിയില്ലെന്ന് പറഞ്ഞ അവസ്ഥയായി പോയി അച്ഛമ്മേ. എന്തായാലും അച്ഛമ്മ പറഞ്ഞു. ഒരു രസം, ഞാനിതൊരു രസമായിട്ട് എടുക്കത്തുള്ളൂ.